ഹേ വാട്ട്സ്ആപ്പ് ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് എന്ന വീഡിയോ ഗൈസ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതാണ് ഒരു ക്രാഫ്റ്റ് ലാൻഡ് മാപ്പാണ്. അതായത് പെയ്ഡ് മാപ്പ് ഗൈസ്. അതിൻ്റെ 1v1 ഉണ്ട്, 2v2 ഉണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ ഇപ്പം എന്തായാലും 1v1 ആണ് ട്രൈ ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് 2v2 ട്രൈ ചെയ്യാം ഗൈസ്. ഒരു വിഷയം മാപ്പാണ് ഗൈസ്. മാപ്പ് കോഡ് ഞാൻ എന്തായാലും കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. OP മാപ്പാണ് ഗൈസ്. അത് നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ 1v1 വിളിച്ചിട്ട് അവരടിച്ച് കിണ്ടായി കൊടുക്കുക ഗൈസ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു കോഡ് അടിക്കണം. അപ്പോൾ കോഡ് ഞാൻ വീഡിയോ പറയാം ഗൈസ്. ഓക്കെ, അപ്പോൾ കോഡ് നമ്മൾ രണ്ടാമത്തെ മാപ്പിൽ പറയുന്നതായിരിക്കുള്ളൂ ഗൈസ്. പിന്നെ നമുക്കിപ്പോൾ എങ്ങാനും നിങ്ങൾ ഫസ്റ്റ് തന്നെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സൈഡിലെ ചിഹ്നത്തും നോക്കിയാൽ മതി. പക്ഷേ ഞാൻ എന്തായാലും ഇവിടെ ഗൺസിൽ പോയിട്ട് നമ്മുടെ വുഡ് പെക്കറും UMP എടുക്കുന്നുണ്ട് ഗൈസ്. M87 ഒന്നും എടുത്ത് അടിക്കാണ്ടിരിക്കാൻ നോക്കാം, കാരണം ഭയങ്കരമായിട്ട് മറ്റേ സാധനം ബിൽഡായി പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് കയറണമെന്നില്ല. ഇപ്പോൾ എന്തായാലും UMP എടുത്ത് ഗൈസ്. ഞാൻ എന്താണ് ഇങ്ങനെ എടുക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മറ്റേ സ്കിന്നും കൂടിയും കിട്ടാനാണ് ഗൈസ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ സ്കിന്ന് വരില്ല, അതായത് മറ്റേ പാനൽ ഗണ്ണ് വഴി എടുത്തു കഴിഞ്ഞാൽ സ്കിന്ന് വരില്ല ഗൈസ്. ഓക്കെ, ഞാനിപ്പോൾ എന്തായാലും M87 വുഡ് പെക്കറും ഡെസേർട്ടും എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, എന്നാലും ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ ഇമ്മോർട്ടലിന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ വരും ഗൈസ്. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ വെച്ചിട്ട് മച്ചാൻ എനിക്കൊന്ന് ആക്ടിവേറ്റ് വേണം ഗൈസ്. ഒന്ന് വെച്ച് കയറുന്നുണ്ട്. ഒന്ന് ഗൈസ്. ഇതൊക്കെ എന്ത് ഡാമേജാണ് ഗൈസ്. ക്ലാൻ ഇട്ടിട്ടുണ്ടാവണം ഗൈസ്. ക്ലായൊക്കെ എന്തായാലും വന്നിട്ടുണ്ടാവും തോന്നുന്നു. ഒന്ന് വെച്ച് കുറേ കയറുന്നുണ്ട് ഗൈസ്. ഓക്കെ, അച്ഛൻ ഡ്രസ്സൊക്കെ മാറി നോക്കണാണ്. അപ്പോൾ ഞാൻ എന്തായാലും അവന്, അതായത് എന്നെ ഒന്ന് വൺ ടാപ്പ് അടിക്കാനാണ് ഗൈസ് പറയുന്നത്, കാരണം ഇമ്മോർട്ടാലിറ്റിയുടെ പവർ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൻ്റെ ഒപ്പം 2 ആക്റ്റീവ് സ്കില്ലും കൂടി കിട്ടും, അതായത് A124ഉം ബൂക്കോങ് ഗൈസ്. പിന്നെ നമുക്കിവിടെ വേറെ കുറേ ബണ്ടിൽസും പരിപാടിയൊക്കെ കിട്ടും. ഞാനിപ്പോൾ എന്തായാലും A124 ഇട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് ഈ ഒരു ബണ്ടിൽ കിട്ടും. പിന്നെ ഇതൊന്നും മറ്റേത് കിട്ടില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബണ്ടിൽ ഗൈസ്, ഇതൊക്കെ അത്യാവശ്യം സൂപ്പർ ബണ്ടിലുകളാണ് ഗൈസ്. ഓക്കെ, ഇപ്പം എന്തായാലും മച്ചാൻ ഗണ്ണൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കിന്ന് എന്തായാലും മച്ചാനെ ലാസ്റ്റ് ബണ്ടിലും കൂടി ഇടാം ഗൈസ്. പിന്നെ ഇങ്ങനത്തെ ഒരു ജേഴ്സിയും ഏഞ്ചലിക് പാൻറ്റും ഒരു വാർ ചെരുപ്പും കിട്ടും ഗൈസ്. ഓക്കെ, പിന്നെ 6ാമത്തെ വണ്ടിയിൽ നോക്കുമ്പോൾ ഈ ഒരു ഹെയർ ഗൈസ്. ഈ ഹെയറിന് ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട് ഗൈസ്. അത്രയും നൈസ് ഹെയറാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ പിന്നെ ഉള്ളത് ലാസ്റ്റായിട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയിലാണ് ഗൈസ്. നമുക്കിപ്പോൾ എന്തായാലും അടിച്ചു തുടങ്ങാം ഗൈസ്. ഓക്കെ, നമ്മൾ എന്തായാലും ഇപ്പോൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചറവറ വെക്കുന്നുണ്ട് ഗൈസ്. നിങ്ങൾക്ക് വെടിവെക്കുമ്പോൾ കാണാൻ പറ്റും ഒരു 100-300 ബുള്ളറ്റ് സ്പ്രെഡായി പോകണം കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഗൈസ്. ഇതൊന്നും നമ്മൾ അച്ഛനെ വൺ ടാപ്പ് അടിക്കാൻ പറയുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എന്തേ സോണിയെ വീണിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വെറുതെ 5 ഗ്ലൂ ഇട്ടിട്ട് ഞാൻ ചാവുന്നില്ല ഗൈസ്. ഓക്കെ, അതാണ് ഇമ്മോർട്ടിലിറ്റിയുടെ പവർ ഗൈസ്. ഓക്കെ, നമ്മൾ ഇനി ഒന്നും കൂടിയും ആ മറ്റേ ചിഹ്നത്തിൽ നോക്കിയിട്ട് ഇമ്മോർട്ടിലിറ്റി ഒരു 10 സെക്കൻഡ് കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ സോണിയെ റീലോഡ് ആകും ഗൈസ്. ഓക്കെ, അങ്ങനെ ഒരു ബഗ് ട്രിക്ക് ഉണ്ട് ഗൈസ്. പിന്നെ നിങ്ങൾ വൺ ടാപ്പ്, അത് റെഡ് നമ്പറും കുറേ കയറി കാണാൻ പറ്റും വുഡ് പെക്കറിന് ഗൈസ്. ഓക്കെ, അങ്ങനെ ഒരു ബഗ് ട്രിക്ക് ഉണ്ട്, അത് ഞാനിപ്പോൾ കാണിച്ചു തരാം ഗൈസ്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇത്രയും ആക്റ്റീവ് സ്കില്ലും പാസീവ് സ്കില്ലും എല്ലാം നമുക്ക് വന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ ഒന്ന് ചെറുതാക്കട്ടെ, അത് ചെറുതാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഗൈസ്. കാണണ്ട ഗൈസ്, ഇത്രയും സംഭവം ഉണ്ട് ഗൈസ്. നമുക്കിതിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കാം ഗൈസ്. നോക്കാം, നിങ്ങൾക്ക് ഇത്രയും സംഭവം, ഇത്രയും ക്യാരക്ടറിൻ്റെ എബിലിറ്റി കിട്ടും ഗൈസ്. ഓക്കെ, അത് ഞാനിപ്പോഴാണ് ആ ട്രിക്ക് എനിക്ക് മനസ്സിലായത്. അതായത് ഒന്നും കൂടി മോർട്ടൽ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഇതൊക്കെ റീലോഡ് ആവുന്നു. പക്ഷെ മച്ചാനപ്പോൾ നോക്കുന്നുണ്ട് വൺ ടാപ്പ് അടിക്കാനൊക്കെ. പൈസ നമ്മൾ എന്തായാലും പരമാവധി ഡ്രാഗും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഗൈസ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഡ്രാഗ് ചെയ്യണം, അല്ലാണ്ട് വെറുതെ ഒന്നും കയറില്ല ഗൈസ്. ഓക്കെ, നമ്മളിപ്പം കൊന്നിട്ടുണ്ട്, കാരണം നമ്മളെ സോണിയ ഓൾറെഡി യൂസ്ഡ് ആയിരുന്നു, അതുകൊണ്ട് നമ്മളെ കൊല്ലാൻ പറ്റും ഗൈസ്. നിങ്ങൾ ആ ട്രിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ സോണിയ റീലോഡ് ആകും. അതായത് നിങ്ങൾ ഒരാണ് സോണിയ യൂസായി അപ്പോൾ തന്നെ ചുറ്റിനും ഗ്ലൂ ഇട്ടിട്ട് നിങ്ങൾ അതുമ്പോൾ നെക്കി ഇമ്മോർട്ടൽ പിന്നെയും കൊടുത്തു കഴിഞ്ഞാൽ ഗൈസ്, ഞാനിപ്പോൾ എന്തായാലും ഇത് UMPയിലോട്ട് ഈ ഗൺ സ്കിന്നല്ല UMP ആണ് ഗൈസ്. പിന്നെ നമ്മളിപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഇമ്മോർട്ടലിറ്റി ഇതായി കിട്ടും ഗൈസ്. ഓക്കെ, നമ്മൾ എന്തായാലും ഇപ്പോൾ UMP എടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ സ്പീഡുണ്ട്. സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയമാണ്. സ്പീഡും ജമ്പ് ഹാക്കും ഗൈസ് ഉണ്ട് ഗൈസ്. നമുക്ക് എയറിലൊക്കെ നിന്ന് അടിക്കാം. ഇപ്പം തന്നെ മനസ്സിലായിരുന്നു നമ്മൾ ഹാക്കറാണെന്ന് ഗൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളിപ്പോൾ എയറിലാണ് ഗൈസ്. എയറിൽ ഇങ്ങനെ സ്കോപ്പൊക്കെ ചെയ്ത് അടിച്ചാൽ വിഷയമായിരിക്കുള്ളൂ ഗൈസ്. നിങ്ങൾ ടീമേൻ്റെ ഒപ്പം കളിക്കുമ്പോൾ നിങ്ങൾ ആ ജമ്പ് ഹാക്ക് സ്പീഡ് ഹാക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഗൈസ്, നമുക്ക് ഈ കണ്ടോ ഈ റെഡ് സോൺ മാറുന്നേക്കാളും മുമ്പേ നമുക്ക് ചാടി പുറത്തിറങ്ങാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട്. അതായത് സ്പീഡും ഇതും ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ടീമേന് മനസ്സിലാവാൻ കൂടിയില്ല നമ്മൾ ഹാക്കാണ് ഉപയോഗിക്കുന്നത്. അവർ ചോദിക്കും, ഓടാ മോനെ നീ കളിയൊക്കെ പഠിച്ചു, വിഷയമാണല്ലോ എന്നൊക്കെ പറയും ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ എന്തായാലും UMP ഡ്രാഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് 10-300 സംഖ്യ കയറുന്നത് ഗൈസ്. ഓക്കെ, അത് അത്രയ്ക്ക് നല്ല രീതിക്ക് തന്നെ സ്പ്രെഡ് ആവും ഗൈസ്. അപ്പോൾ മച്ചാന് സോൺ മാറിയിട്ടില്ല, അപ്പോഴേക്കും നമ്മൾ ഇവിടെ എത്തി ഗൈസ്. പിന്നെ നമ്മളെ ഫുൾ റെഡ് കൊടുത്ത് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്ത് ഗൈസ്.
മച്ചാനിപ്പോൾ നമ്മളെ തെറിവിളി തുടങ്ങിയിട്ടുണ്ടാവും. ഇവിടെ പൂരപ്പാട്ട് കഴിയുള്ളൂ ഗൈസ് മച്ചാൻ ഹാക്ക് യൂസ് ചെയ്തിട്ട്. മച്ചാൻ്റെ കോഡൊന്നും അറിയാൻ പാടില്ല ഗൈസ്. അപ്പോൾ ഇതിൻ്റെ കോഡ് ഞാൻ അടുത്ത അതായത് 2v2 ഇടുമ്പോൾ അതിനകത്ത് കാണിച്ചു തരാം ഗൈസ് കോഡ്. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ഗിൽഡി ജോയിൻ ആവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യും. നമ്മൾ ജമ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ജമ്പിനോട് വലിയ താല്പര്യമില്ല ഗൈസ്. ഇത് ലാസ്റ്റ് റൗണ്ടാണ് ഗൈസ്. അപ്പോൾ ഇത് നമ്മുടെ സോണിയൊക്കെ റീലോഡ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഞാൻ ഗിൽഡിൻ്റെ കാര്യം പറയാം ഗൈസ്. ഓക്കെ, നമ്മുടെ ഗിൽഡ് ജോയിൻ ചെയ്യാനായിട്ട് ഗൈസ് ഓക്കെ മച്ചാൻ 1 ടാപ്പ് അടിച്ച് പക്ഷേ കയറിയില്ല. അപ്പോൾ ഗൈസ് നമ്മുടെ ഗിൽഡി ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. അതായത് ഗൈസ് അവൻ സോണിയായി നമ്മളെ ഗ്ലൂ വാൾ പോലും ഇടാൻ സമ്മതിച്ചില്ല ഗൈസ്. ഓക്കെ, ഞാനിപ്പോൾ എന്തായാലും ഗിൽഡിൻ്റെ കാര്യം പറയാം ഗൈസ്. ഇനി ഒരു ബ്രേക്കിലാണ് ഗിൽഡിൻ്റെ ഒരു കാര്യം പറയാം ഗൈസ്. ഓക്കെ, ഗിൽഡിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, ടീം CMR എന്നാണ് ഗിൽഡിൻ്റെ പേര് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഞങ്ങളുടെ ഗിൽഡിന് റിക്വസ്റ്റ് ഇടാം ഗൈസ്. ഞാൻ ഗിൽഡ് IDയും ഈ 2 മാപ്പിൻ്റെ കോഡും കൊടുത്തേക്കാം ഗൈസ്. അത് 1v1ഉം 2v2ഉം കൊടുത്തേക്കാം ഗൈസ്. ഓക്കെ, ഇതിനകത്ത് ഞാൻ എന്തായാലും മറ്റേ സംഖ്യ കാണിച്ചു തരാം. അതായത് നമ്മുടെ ഈ പിന്ന് ഗൈസ്, പിന്നെന്ന് പറയുന്നത് 343 എന്നാണ് ഗൈസ്. ഓക്കെ, ഇതാണ് പിന്നെ ആദ്യം അവർ മാറ്റിയതാണ് ഗൈസ്. അതായത് 646 ആയിരുന്നു ആദ്യം, പിന്നെ അതിന് മുമ്പ് 949 അങ്ങനെയായിരുന്നു ഗൈസ്. ഓക്കെ, ഇത് കുറച്ച് വന്ന് ഗൈസ്. അപ്പോൾ എന്തായാലും അടുത്ത അപ്ഡേറ്റിൽ എന്തായാലും ഒരു മാറ്റും. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഷോർട്സ് പോലെ അല്ലെങ്കിൽ ഇതുമാതിരി ചെയ്യാം ഗൈസ്. ഓക്കെ, നമ്മൾ എന്തായാലും ഗൺ സ്കിന്നും പരിപാടിയൊക്കെ എടുത്ത് UMPയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇപ്പോൾ അച്ഛന്മാരി അപ്പുറത്തുള്ളവന്മാരെ ഹാക്ക് ആവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. 2v2ൽ അതായത് 4 പേരും ഹാക്ക് ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. നമ്മൾ എന്തായാലും സ്പീഡ് ഹാക്കൊക്കെ കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്, ഒന്നും നോക്കിയില്ല. പക്ഷേ സ്പീഡ് ഹാക്കാണ് കേട്ടോ, അല്ലാണ്ട് ഞാൻ മറ്റേ ഇതൊന്നും കൂട്ടിയല്ല ഗൈസ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓഫ് ചെയ്യുമ്പോൾ ഓൺ ചെയ്യുമ്പോഴുള്ള വ്യത്യാസം ഗൈസ്. ഓക്കെ, നമ്മളെ മച്ചാനപ്പോൾ ഹാക്കാണെന്ന് മനസ്സിലായി ഗൈസ്. അതായത് നമ്മുടെ എതിർ ടീമും ഹാക്കറാണ്. അപ്പോൾ നമ്മളെല്ലാവരും അതായത് 4 പേരും ഹാക്ക് ഓൺ ആക്കിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗിൽഡിൽ നിങ്ങൾ എത്ര ലെവൽ 10 വല്ലതും മതിയാവും ഗൈസ്. ഓക്കെ, ലെവൽ 10. പിന്നെ നിങ്ങളുടെ റാങ്ക് വേണ്ടത് സിൽവറാണ് ഗൈസ്. ഓക്കെ, സിൽവർ 1, 2ലും സിൽവർ 1 ഗൈസ്. ഓക്കെ, ലെവൽ 10, ലെവൽ 20 ഗൈസ്. ഓക്കെ, നിങ്ങളിപ്പോൾ ഡെയിലി കളിക്കുന്ന പ്ലേയേഴ്സ് ആണോന്നും ഞങ്ങൾ പറയത്തില്ല. അതായത് ഞങ്ങൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വീക്ക് ഒരു 3 തവണ, അതായത് ഒരാഴ്ചയിൽ ഒരു 3 or 2 തവണ, അതായത് ശനി ഞായറും മസ്റ്റായിട്ടും കളിക്കാം. ബാക്കിയുള്ള ദിവസം നിങ്ങൾ പറ്റണമൊക്കെ കളിക്കുക ഗൈസ്. ഓക്കെ, ഗ്ലോറി നിങ്ങൾ മാക്സിമം ഒരു 100-ന് മേലെ വെക്കാൻ ശ്രമിക്കുക ഗൈസ്. ഗ്ലോറി നിങ്ങൾ മാക്സിമം 100-ന് മേലെ വെക്കാൻ നോക്കാം ഗൈസ്. നമ്മൾ ഫുള്ള് മലയാളികളെയാണ് ഗൈസ് നോക്കുന്നത്. ഒരു ഫുൾ മലയാളി ഗിൽഡാക്കാനാണ് ഗൈസ് ഞാൻ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ജോയിൻ ചെയ്യുക ഗൈസ്. പിന്നെ നമ്മുടെ ഗിൽഡിൻ്റെ പേര് ഞാൻ പറയുന്ന പോലെ ടീം CMR എന്നാണ് ഗൈസ്. ഓക്കെ, അവൻ നമ്മളൊരു 1 ടാപ്പ് അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഗിൽഡിൻ്റെ പേര് തന്നെ ടീം CMR എന്നാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക ഗൈസ്. ഓക്കെ, ഞാനിപ്പോൾ എന്തായാലും ഡെയിലി കളിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗിൽഡിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നമ്മൾ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും ഗൈസ്. അതായത് നമ്മൾ ഒരു ടൂർണമെൻറ്റൊക്കെ ഫിക്സ് ചെയ്തിട്ട് അതിനകത്ത് ജയിക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു 599 ഡയമണ്ടിൻ്റെ എന്തെങ്കിലും നമ്മൾ ഗിഫ്റ്റൊക്കെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മുടെ ചാനൽ 100 സബ് ആകുമ്പോഴായിരിക്കും ഗൈസ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഇപ്പോൾ തന്നെ 100 സബ് ആക്കുക ഗൈസ്. ഓക്കെ, 500 സബ് ആക്കുമ്പോൾ നമ്മൾ ഒരാൾക്ക് വീക്കിലിയൊക്കെ എടുത്തു കൊടുക്കാൻ ഒരു പ്ലാൻ ഉണ്ട് ഗൈസ്. ഓക്കെ, ഒരു മാസം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഒരാൾക്ക് ഒരു വീക്കിലി ഗൈസ് ഒരു ടൂർണമെൻറ്റൊക്കെ നടത്തിയിട്ട് ഗിൽഡ് വാറൊക്കെ നടത്തിയിട്ട് ഗിൽഡല്ല ഗിൽഡിൻ്റെ അകത്തൊരു ടൂർണമെൻറ്റ് BRO അല്ലെങ്കിൽ ക്ലാഷ് കോഡ് 6v6 ജയിക്കുന്ന ടീമിൽ MVP എടുക്കുന്ന ആൾക്കൊക്കെ കൊടുക്കാൻ അങ്ങനെയുള്ളൊരു രീതിക്ക് നമ്മൾ ടൂർണമെൻറ്റ് പോലെയൊക്കെ സെറ്റ് ചെയ്യാൻ നോക്കണ്ട. പക്ഷേ മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ കുറേ, അതായത് നമ്മൾ ഫ്രീ റെഡീം കോഡും ഗീവ് പരിപാടിയൊക്കെ കൊടുക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും അത് പറയാൻ വേണ്ടി ഞാൻ മെയിനായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടും ഗൈസ്. അതായത് നമ്മളിപ്പോൾ നിങ്ങൾക്കറിയാം ഗരീനയിൽ ഇപ്പോൾ കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാന്നുള്ളൊരു സ്ഥിതിയാണ് ഗൈസ്. ഓക്കെ, നിങ്ങൾക്ക് സ്കില്ല് വേണ്ട, സ്കിന്ന് മതി ഗൈസ്. ഗരീന ഇപ്പോൾ അങ്ങനെയാണ്, സ്കില്ല് വേണ്ട, സ്കിന്ന് മതി. അങ്ങനെ ഒരു വൈബിലാണ് ഇപ്പോൾ ഗരീന ഓടുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കൊരു വീക്കിലേക്ക് എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു നല്ലൊരു 445 ഡയമണ്ട് കിട്ടും. നിങ്ങൾക്ക് ഒരു ബുയാപ്പാസോ അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടി വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഈവോക്ക് എടുക്കാൻ ഗൈസ്. ഓക്കെ, അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ട് ഞങ്ങൾ ടൂർണമെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തും ഗൈസ്. ഇതിപ്പോൾ എന്തായാലും ഈ 2v2ൻ്റെ ലാസ്റ്റ് റൗണ്ടാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ എതിർ ടീമിലുള്ള മച്ചാൻ ഒരാൾ ബാക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്.
അപ്പോൾ നമ്മൾ എന്തായാലും മാച്ച് ജയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഒരു 500 സബ് ആകുമ്പോൾ നമ്മൾ എന്തായാലും ഒരു ടൂർണമെൻറ്റും പരിപാടിയൊക്കെ തുടങ്ങും ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക ഗൈസ്. പിന്നെ നമ്മൾ ലെവൽ 59 എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, 60 അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലവ് യു ഓൾ, ബൈ ബൈ, ടേക്ക് കെയർ.